ഇങ്ങോട്ട് ഒരു കാര്യം പറയട്ടെ മേരി. അവിടെ ഇങ്ങ് ആരുമില്ലെന്ന്. ഉടനെ പോകാൻ മേരി. ഇന്ന് വരൂ. ഞാനേ വീട്ടിലേക്ക് വരുമായിരുന്നു. എന്താ? അമ്മച്ചി ചേച്ചിയോട് വേഗം വരാൻ പറഞ്ഞു. മത്തായിക്കുട്ടി അങ്ങോട്ട് ചെല്ല്. ആ അതിന് നീ എന്തിനാ എന്നെ നോക്കുന്നത്? അങ്ങോട്ട് ചെല്ല്. പിന്നെ രണ്ടുപേർക്കും ചോദിക്കാനോ പറയാനോ പിടിക്കാനോ വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ ഉടനെ ആയിക്കോണം. പിന്നെ ഞങ്ങളെ കുറ്റം പറഞ്ഞൊന്നും വരരുത്. അതെ അതെ. സർദിച്ചടുത്ത് ഇങ്ങോട്ട് പോരുന്നേ. ആ പിള്ളേര് വർത്താനം പറഞ്ഞോട്ടെ. പേരെനിക്കറിയാം, മേരിക്കുട്ടി. ഇങ്ങോട്ട് വരുമേ. വരൂ. മേരിക്കുട്ടിക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ലേ? ഞാൻ പട്ടാളക്കാരനാണെന്ന് മേരിക്കുട്ടിക്ക് അറിയാമല്ലോ. ഞാൻ മേരിക്കുട്ടിയെ കല്യാണം കഴിക്കുന്നത് മേരിക്കുട്ടിക്ക് ഇഷ്ടമല്ലേ? എനിക്ക് ഇപ്പോൾ തന്നെ മേരിക്കുട്ടിയെ എന്നോടൊന്നിച്ച് കൊണ്ടുപോയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ കല്യാണം കഴിയാതെ കൊണ്ടുപോയാൽ ഇവരെല്ലാവരും കൂടി എന്നെ തല്ലില്ലേ? മേരിക്കുട്ടി ഇതുവരെ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇത്രയും നേരം എന്റെ മുന്നിൽ നിന്നില്ലേ? അതിന് സമ്മാനം ഇരിക്കട്ടെ. അറിയായോ മേരിക്കുട്ടി? എന്നോട് വേണ്ടായിരുന്നു. ഞാൻ പോവാണ്. ഞാൻ ഈ നാട്ടിൽ തന്നെ പോവാണ്. ഓഹോ, ഇത് ഞാൻ അറിഞ്ഞിരുന്നില്ല. നമുക്ക് പോകാം അമ്മച്ചി. എന്താ മോനെ? എല്ലാം വീട്ടിൽ ചെന്നിട്ട് പറയാം. എന്താ? എന്റെ മാതാവേ, അങ്ങനെ പോയാൽ പറ്റില്ലല്ലോ. സംഗതി എന്താണെന്ന് അറിയട്ടെ. കാര്യം എന്താണെന്ന് അറിയില്ലല്ലോ അമ്മച്ചി. മോനെ മേരിക്കുട്ടി, എന്താണ് ഈ മത്തായിക്കുട്ടി പിണങ്ങിപ്പോയത്? എടി എന്താണ് ഉണ്ടായതെന്ന്? കറിയാച്ചേട്ടൻ നോക്കി വെച്ച് പോയി. വല്ലവന്റെ മാലയും തുണിയൊക്കെ മേടിച്ചു കൊടടി നോക്ക്. കൊമ്പത്ത് തന്നെ കെട്ടിച്ചു വിടാം. അതിന് ആ പെണ്ണ് എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നത്? എന്ത് ചെയ്തെന്നോ? എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത് കേട്ടോ. ഒരുത്തൻ പെണ്ണ് കാണാൻ ചെന്നപ്പം ഒരുത്തൻ കണ്ടേച്ചു നിൽക്കുന്നു. പെടക്കോഴി കൂവാതടി. അവൻ കണ്ടേച്ചു പോയല്ലേ ഉള്ളൂ. അതിന് ആ പെണ്ണെന്ത് വിളിച്ചു? നിന്നെ തന്നെ എത്ര പേര് വന്ന് കണ്ടു വേണ്ടാന്ന് പറഞ്ഞ് പോയതിന് ശേഷമാണ് ഞാൻ കെട്ടി തലയെ വെച്ചുകൊണ്ട് പോകുന്നത്. ഇത് അതുപോലാണോ? പിന്നെ കറിയായി ആ പെണ്ണുമായിട്ട് സ്നേഹമാണെന്ന്. ഓടി ചൂലേ. എടി സ്നേഹമാണെങ്കിൽ മത്തായിക്കുട്ടിയെ കെട്ടിക്കോളാന്ന് പറഞ്ഞ് ആ പെണ്ണ് വന്ന് നിൽക്കും. സ്നേഹമാണെന്ന് കറിയ പറഞ്ഞുകൊണ്ടായിരിക്കും. അതിന് ആ പെണ്ണ് ഇത് വല്ലതും അറിയുന്നുണ്ടോ? അപ്പൊ ആ പെണ്ണിതൊന്നും അറിയുന്നില്ലെന്നാണ് നിങ്ങൾ പറയുന്നേ? അല്ലേ എടി, ഇത് നാട്ടുകാരപ്പാ. കണ്ടാ കൊള്ളാവുന്ന പെൺപിള്ളേരുണ്ടെങ്കിൽ സ്നേഹമാണെന്ന് പറഞ്ഞ് പൂണികാലന്മാര് കുറെ പിന്നാലെ നടക്കും. അതിന് ആ പെൺപിള്ളേർ എന്ത് വിളിച്ചെന്നാ? അല്ലെങ്കിൽ നീ തന്നെ പറ മത്തായിക്കുട്ടി, നിന്റെ അഭിപ്രായം എന്താണ്? അതല്ല അപ്പച്ചൻ തന്നെ തീരുമാനിച്ചു. എന്റെ മത്തായിക്കുട്ടി, നീ പഴം പുഴുങ്ങിയ പോലത്തെ വർത്താനം പറയല്ലേ? നീ എന്താടി ഇങ്ങനെ നിക്കണേ? നിന്റെ നിപ്പുണ്ട് അവിടെ ആരാണ്ട് ചത്തൊന്നും തോന്നുന്നല്ലാടി. ഇനിയും വല്ല ആൺപിള്ളേരും വല്ലതുമൊക്കെ കൊണ്ടുവന്നാ മേടിച്ചു കൊടടി നോക്ക്. കൊമ്പത്ത് തന്നെ കെട്ടിക്ക. അമ്മച്ചി ഒന്ന് വായ നാകിട്ട് അടിക്കാണ്ടിരിക്കണണ്ട. മാനവീയരായ നന്ദി വേണമടി. ആ കറിയാ ചെറുക്കൻ ഇച്ചിരി കറപ്പ് കൊണ്ട് തന്നില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ജീവിച്ചിരിക്കുക. അവനിച്ചിരി മൂട്ടട മരുന്ന് കൊണ്ട് തന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ കട്ടിലിൽ ഇരിക്കാൻ ഒക്കുക. എങ്കിൽ നിങ്ങൾ കെട്ടിക്കോ. ഞാൻ നല്ലപോലെ കെട്ടിയവളാണടി. ഞാൻ കെട്ടുകയും ചെയ്തു, പെറുകയും ചെയ്തു. നിന്റെ മോളെ നീ ഒന്ന് കെട്ടിക്കണത് എനിക്കൊന്ന് കാണണം.
ഓ, ഈ ഭവന്താടെ വായിന്ന് വീണത് കേട്ടില്ലേ? എടി, നീ ഇത്തിരി മണ്ണെണ്ണ മേടിച്ചോണ്ട് വാ. കളക്കിൽ എണ്ണയില്ല, നേരെ ഉരുട്ടി തുടങ്ങി. നേരെ വീട്ടാൻ തുടങ്ങുമ്പോ പറഞ്ഞു വിട്ടോടി പുറത്ത്. പിന്നെ മണ്ണെണ്ണ നിങ്ങൾ മേടിച്ചോണ്ട് വരുവാ. അമ്മണി മറിയയുടെ കടയിൽ കാണും, അവളെയും വിളിച്ചോണ്ട് പോയാ മതി. നിന്റെ അപ്പച്ചൻ വന്നിട്ട് കടയിൽ പോകാനിരുന്നാലേ നീ വിളക്ക് കത്തിക്കലുണ്ടാവില്ല. മേരിക്കുട്ടി മേരിക്കുട്ടി എവിടെ പോകുന്നു ഒറ്റയ്ക്ക് തല്ലി? മേരിക്കുട്ടി ഞങ്ങളൊന്ന് ചുമ്മാ വർത്താനം പറയാനാ, ഒന്നും ചെയ്യണ്ട. കർത്താവിനോടുകൂടി സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടു. എടിയേ അമ്മണി കൊച്ചേ, അവള് വന്നാടി. ആരാണമ്മേ? നിന്റെ മൂത്തതേ. ചേച്ചി വന്നിട്ടില്ല. ആ, എന്നാ ഇനി ഇന്ന് നോക്കണ്ട, കാലത്തെ വരത്തുള്ളായിരിക്കും. നിങ്ങൾക്ക് വേറെ പണിയില്ലേതല്ലേ? ഇങ്ങനത്തെ വേണ്ടാതീനം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് എന്നാത്തിനാണ്? അമ്മച്ചി, 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 ഞാൻ കടയിലോട്ട് പോകുമ്പോ അയക്കോച്ചനും കുഞ്ഞമ്മോ എന്നെ കയറി പിടിച്ചു. അപ്പച്ചൻ ഓടി വന്ന് രണ്ടുപേരെയും കുത്തി അമ്മച്ചാതെ. എന്നിട്ട് അപ്പച്ചനെന്റെ അടി അപ്പച്ചൻ അവിടെ നിൽപ്പുണ്ട്. കുത്തോണ്ട് രണ്ടുപേരും അവിടെ കിടപ്പുണ്ട് അമ്മച്ചി. അപ്പച്ചൻ എന്നെ വീട്ടിലോട്ട് പോകാൻ പറഞ്ഞപ്പോ ഞാനിങ്ങ് ഓടി പോന്നു. എന്റെ കർത്താവേ, എനിക്കൊന്നും കേൾക്കണ്ടേ? നീ എന്നതൊക്കെയാണ് നടക്കാൻ പോണെന്ന് എനിക്കറിയാൻ മേലെ. ചേർത്തിയേ, വഴിയിൽ ഏതാണ്ട് വെട്ടകുത്ത് നടന്നു കേട്ടല്ലോ. വഴിയിൽ വെട്ടും കുത്തുകൊണ്ടോയെന്ന് പെരയിലോട്ടാണോടാ ഓടിക്കേറി വരണത്? ഒരുപാട്. അത് നല്ല കുത്തി. ഇപ്പൊ ഞാൻ പോയെന്ന് തിരക്കിട്ട് വരാം. എടി മേരി പെണ്ണേ, അവര് നിന്റെ ഈ ചെവിടാടി കയറി പിടിച്ചത് നിനക്ക് വല്ല കേടും പറ്റിയാടി? അമ്മച്ചിക്ക് ഇതൊക്കെയാണ് അറിയേണ്ടത്. അവിടെ കൊല നടന്നിരിക്കുകയാണ്. അറിഞ്ഞതുപോലെ രണ്ടെണ്ണത്തിനെ കൊന്നിട്ട് ചവനി എവിടെ പോയാടി? ഇനി വല്ലത്ത് പോയി തൂങ്ങിട്ടാ. എന്റെ പൊന്നമ്മച്ചി ഒന്ന് നാമടക്കിയിരിക്കും. ചേട്ടത്തി, നിങ്ങൾ ആരും വിഷമിക്കണ്ട. സോമാത്തൻ പോലീസ് കച്ചേരിയിലുണ്ട്. പോലീസ് നിങ്ങൾ നിലവിളിക്കാണ്ട് വരുന്നുണ്ടോ? എങ്ങോട്ട് വരാനാ മറിയേ? ഒരു മേരിപ്പണ്ണ, നീ കൂടെ എന്റെ കൂടെ വാ. നമുക്ക് കേട്ടിട്ട് ചെന്ന് എത്തിച്ച മുതലാളി ഒരു കാര്യം പറയാം. മുതലാളി സമാധാനം ഉണ്ടാക്കുന്നേ. എന്നാ നീ ഇവിടെ പോടി മോളെ, അമ്മച്ചിക്ക് നടക്കാൻ വയ്യടി. പിന്നെയും പറഞ്ഞു കേട്ടോടി. ഇതിന്റെ വായിൽ എന്നാലും എടുത്ത് വെച്ചുകൂടെ? നീ പോടി പണ്ണ. ഇക്കോയും കുഞ്ഞമ്മവും ആസ്പത്രിയിൽ വെച്ച് മരിച്ചുപോയെന്നാ കേട്ടത്. അയ്യോ, എന്റെ അപ്പച്ചൻ പാവമാണ്. എന്റെ അപ്പച്ചനെ രക്ഷിക്കണേ. വലിയ മുതലാളി വിചാരിച്ച ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രാത്രി തന്നെ ഇങ്ങോട്ട് ഓടി വന്നത്. പക്ഷെ ജോയിയുടെ അപ്പച്ചൻ നാളെ തന്നെ വരത്തുള്ളൂ. അല്ലെങ്കിൽ തന്നെ കൊലക്കേസാണെങ്കിൽ എന്ത് ചെയ്യാനൊക്കെ? അയ്യോ, അങ്ങനെ പറയരുതേ. ഞങ്ങൾ പാവങ്ങളെ. എന്റെ അപ്പച്ചനില്ലെങ്കിൽ ഞങ്ങൾ എന്നാ ചെയ്യും? എടാ ജോയിയെ, എന്നാ അമ്മച്ചി? ഇവിടുത്തെ ഇപ്പോഴത്തെ ഇൻസ്പെക്ടറെ നമ്മുടെ തെക്കാക്കുന്നത്തെ ജോർജ് കുട്ടി അല്ലേ? അതെ അമ്മച്ചി. ആ, നീ പോയി ഈ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഇരിക്കുന്നു നമ്മൾ അന്വേഷിക്കും. എന്നിട്ട് കഴിയുമെങ്കിൽ തോമായ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുപോവാ. നേരെ ഒന്ന് വിളിക്കട്ടെ അമ്മച്ചി. ഈ രാത്രിയിൽ എന്നാ ചെയ്യാനാ? കൊച്ചു മുതലാളി, ഞങ്ങളുടെ അപ്പച്ചനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ. എന്തുകൊണ്ടോ എനിക്ക് നാട്ടിൽ നിൽക്കാൻ തോന്നുന്നില്ല. കല്യാണം നടക്കാതെ പോയത് കൊണ്ടാണെങ്കിൽ നീ വിഷമിക്കണ്ട. നിനക്ക് ഞങ്ങൾ വേറൊരു നല്ല പെണ്ണിനെ ഉണ്ടാക്കി തരാം, അതുപോലെ. അതിനാരും ബുദ്ധിമുട്ടണ്ട. എനിക്കിനി കല്യാണമേ വേണ്ട. എന്ന് പറഞ്ഞാൽ ഒക്കുമോ മോനെ? നിനക്ക് മേരീനെ തന്നെ കെട്ടണം നിർബന്ധമാണെങ്കിൽ കെട്ടിക്കും, ഞങ്ങളിത് നിൽക്കുന്നില്ല. പക്ഷേ തോമ അതിന്റെ ഇടയിൽ ഒരു കുന്തറാണ്ടം ഉണ്ടാക്കി വെച്ചില്ലേ? കൊലക്കേസാണെങ്കിൽ ഇപ്പോഴെങ്കിലും അവിടുന്ന് തലയെ ഊരിക്കൊണ്ട് പോരാൻ നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തന്നെയല്ല, അപ്പം കൊലക്കേസ് പെട്ടി കിടക്കുമ്പോ മോള് കല്യാണത്തിന് സമ്മതിക്കോ? നീ ഇത് കുടിക്കടാ മോനെ. ആ വണ്ടി വന്നിറങ്ങണ തോമയല്ലേ? കൊച്ചു മുതലാളി, എന്റെ പേലോട്ടൊന്ന് കറി വെച്ച് പോരാ. അല്ല, തോമാറ്റം വന്നല്ല.
എന്റെ കർത്താവേ, നീ ഞങ്ങളെ രക്ഷിച്ചു. എടി മേരിക്കുട്ടിയേ, അമ്മിണിക്കുട്ടിയേ, ഇങ്ങോട്ട് വരീനടി, അപ്പച്ചൻ വന്നടി. അമ്മച്ചിയേ, അങ്ങോട്ട് കയറി ഇരുന്നാൽ അങ്ങനെയല്ല അങ്ങനെയല്ല കൊച്ചു മലയാളി ഇങ്ങോട്ട് ഇരുന്നാൾ കൊച്ചു മലയാളി വന്നതുകൊണ്ട് എനിക്ക് ജാമ്യം കിട്ടി. ഈ സഹായം മരിക്കണ വരെ ഞങ്ങൾ മറക്കില്ല മുതലാളി. ഓ അങ്ങനെ വല്ലതും നോക്കാനുണ്ടോ? എന്നെ കൊണ്ട് കഴിയാവുന്ന ഒരു ചെറിയ സഹായം ചെയ്തു, അല്ലാതെന്താ? എന്താ സങ്കടമെല്ലാം തീർന്നോ? കേസ് എങ്ങനെ ഇരിക്കുന്നു ചോദിക്കും ഞാൻ. ഓ കേസൊന്നും സാരമില്ല. ആശുപത്രിയിൽ വെച്ച് തന്നെ ഇക്കോനും കുഞ്ഞമ്മനും ബോധം തെളിഞ്ഞു. അപ്പോ അവര് ചത്തില്ലേ? എവിടെ ചാകാൻ? അവർ ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം കേസൊക്കെ ഞാൻ പറഞ്ഞു തീർത്തോളാം. എല്ലാം കൊച്ചു മുതലാളിയുടെ കാരുണ്യമൊന്നല്ല, ഞാൻ എന്നാ പറയാനാ. ഞാൻ അറിഞ്ഞട്ടെ. പോയി ഞാൻ പറയല. തുള്ളി വെള്ളം പോലും കുടിക്കാതെ. അതിനൊക്കെ ഈ സമയമുണ്ടല്ലോ. അപ്പോ എല്ലാവരോടും കൂടി ഏതാണ്ട് കാലക്കാരുണ്ടായിരുന്നത് തീർന്നെന്നാ എനിക്ക് തോന്നണേ. എടീ, വർത്താനം പറഞ്ഞുകൊണ്ട് നീക്കാണ്ട് ഇമ്മണി കരിഞ്ഞാട്ടാലിട്ട് വെള്ളം തിളപ്പിച്ചത് പോലീസുകാരിടിച്ച് ചമ്മന്തിയാക്കി കാണും. എന്നെ പോലീസുകാർ ഒന്നും ചെയ്തില്ല അമ്മേ. പിന്നെന്തിനാണ് നിന്നെ പോലീസുകാർ കൊണ്ടുപോയത്? എന്റെ കളവി നിങ്ങൾക്കൊന്നും മിണ്ടാണ്ടിരുന്നൂടെ? ഞാൻ പോന്ന് തറപ്പിച്ചടത്തി. എടീ കപ്പ ഒഴുങ്ങിയതാ കെട്ടണമൊന്നും ഇല്ലേടി. നിങ്ങൾ ഒന്ന് കൈയും കാലും കഴിയും. വെള്ളം കൊടുടി. ഇന്നലെ രാത്രി അവൻ ഒന്നും കൊടുത്തു കാണത്തില്ല. അവിടെ ജോലിക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാരും തോമയോ? ഈയിടയ്ക്ക് എന്തോ കേസൊക്കെ ഉണ്ടായിന്ന് പറഞ്ഞു കേട്ടല്ലോ. അങ്ങനെ ഒരു ആപത്തൊക്കെ ഉണ്ടായി. ഇവിടത്തെ കൊച്ചുമലയാളി ഞാൻ അറിഞ്ഞു. അവന്മാർ രണ്ടും ചാകാതിരുന്നത് തോമയുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. പിന്നെ എന്താ തോമ ഇങ്ങോട്ട് പോകുന്നത്? മുതലാളിയോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്ത് കാര്യം? പെണ്ണിന്റെ കല്യാണത്തിന് കുറച്ച് ഒരു 500 രൂപ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെ. അപ്പൊ കല്യാണമൊക്കെ